ഫ്രണ്ട്സ്, വെൽക്കം ടു സ്കോർ അക്കാഡമി. RRB ALPയുടെ എക്സാം ആപ്ലിക്കേഷൻ ഇന്നലെ മുതൽ ഏപ്രിൽ മാസം 10-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് RRB പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ ഇന്നിറക്കിയ നോട്ടീസ് പ്രകാരം നാളെ, അതായത് ഏപ്രിൽ മാസം 12-ാം തീയതി മുതലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പോൾ വരെയാണ്? 11 മെയ് വരെയാണ് ആപ്ലിക്കേഷൻ ഡേറ്റ്. അതായത് ഏപ്രിൽ 12-ാം തീയതി മുതൽ 11 മെയ് വരെയാണ് ആപ്ലിക്കേഷൻ ഡേറ്റ്. ആ വേക്കൻസി നോക്കിയാലോ 9970 വേക്കൻസിയാണ് ഉള്ളത്, റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ പ്രധാനമായിട്ട് ഇതാ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നിങ്ങളുടെ ആധാറിലെ ഡീറ്റെയിൽസും നിങ്ങളുടെ SLC ബുക്ക് അതേപോലെ മറ്റു കാര്യങ്ങളിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ സെയിം ആയിരിക്കണം. ഓക്കെ, വെരിഫിക്കേഷന്റെ സമയത്ത് ആധാർ ഡീറ്റെയിൽസ് മസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ പേര് മാറ്റം ഉണ്ടെങ്കിൽ എല്ലാം മാറ്റി വെച്ചോളുക. ഓക്കെ, അപ്പോൾ എത്രയാണ് വേക്കൻസി ഉള്ളത്? 9970 വേക്കൻസിയാണ് ALPക്ക് ഉള്ളത്. അപ്പോൾ ഇവിടെ എന്താ നമ്മുടെ ഏജ് പറഞ്ഞിട്ടുണ്ട്. ഏജ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 18 മുതൽ 30 വയസ്സ് വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ? അതുപോലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താവണം? SSLC പ്ലസ് ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BTech. ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ALPക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് 3 സ്റ്റേജിലുള്ള എക്സാം ആണ്. ആദ്യം CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ഓക്കെ 3 സ്റ്റേജ് ടെസ്റ്റ് ആണ്. 500 രൂപയാണ് അൺറിസർവ്ഡ് കാറ്റഗറിക്ക് ഉള്ളത്. മറ്റ് കാറ്റഗറിക്കോ 250 രൂപയാണ് മറ്റ് കാറ്റഗറിക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് നമ്മുടെ ALP അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത്? നമുക്ക് SSLC സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. SSLC സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ്. മറ്റ് മെയിൻ കാര്യമാണ് ഈ 3 കാര്യം: OBC NCL സർട്ടിഫിക്കറ്റ്, അതുപോലെ SC ST സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്. അതായത് 1 വർഷം വാലിഡിറ്റി. നമ്മുടെ എക്സാം എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്? നമ്മുടെ മെയ് 11-ാം തീയതിയാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഈ ഡേറ്റ് വരെയുള്ള വാലിഡിറ്റി ഉള്ള 1 വർഷം വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ആവശ്യം. അപ്പൊ നിങ്ങൾക്ക് NCL ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ എടുത്തു വെച്ചോളാം. NCL അതുപോലെ EWS. ഓക്കെ, ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ലഭിക്കാൻ ഏതാണ്ട് ഒരു 7 ദിവസത്തിന്റെ ഗ്യാപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ ഇതിനൊക്കെ അപ്ലൈ ചെയ്യുക, എടുത്തു വെക്കുക. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ OBC NCL ആവശ്യമുണ്ടെങ്കിൽ OBC സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുക. പിന്നെ SC ST EWS, പിന്നെ ഫോട്ടോ, അതുപോലെ സിഗ്നേച്ചർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കിയാല് ഇപ്പൊ ALPന്റെ എക്സാം ആപ്ലിക്കേഷൻ ഡേറ്റ് നാളെ വന്നു. അതായത് 12-ാം തീയതി മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെയിൽവേന്റെ എക്സാമിന്റെ ഒരു ചാകര തന്നെയാണ്. നിങ്ങൾ നോക്കിയാൽ അതായത് ജനുവരി മാർച്ച് മന്തിൽ ഇതിന്റെ ALPന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞത് നമുക്ക് ഏപ്രിലിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ALPന്റെ ഓൾറെഡി നമുക്ക് വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ജൂണിൽ നോക്കിയാൽ ഏപ്രിൽ ജൂൺ ആ മാസങ്ങളിൽ നമുക്ക് ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അതുപോലെ ജൂൺ ജൂലൈ മാസങ്ങളിൽ നോക്കിയാൽ NTPC ലെവൽ 4, 5 അത് വരാനുണ്ട്. പിന്നെ ലെവൽ 2, 3 അത് NTPC 2 കാറ്റഗറി ഇല്ലേ, ഇതൊക്കെ വരാനുണ്ട്. അതുപോലെ ജൂനിയർ എഞ്ചിനീയർ വരാനുണ്ട്, പാരാമെഡിക്കൽ കാറ്റഗറി വരാനുണ്ട്. അങ്ങനെ ഒരുപാട് റെയിൽവേന്റെ ഒരുപാട് എക്സാംസ് നമുക്ക് ഇനി വരുന്ന മാസങ്ങളിൽ ഈ വർഷം തന്നെ നമുക്ക് ജോലിയിൽ കയറാനുള്ള ഒരു സാധ്യതയാണ്. ഒരുപാട് വേക്കൻസിയാണ് വരുന്നത്. അപ്പോൾ ALP എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് CBT 1-നും CBT 2-നും വേണ്ടിയിട്ട് ഒരുമിച്ച് പഠിക്കാൻ നമ്മുടെ കോംപ്രിഹെൻസീവ് കോഴ്സ് ലഭ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് CBT 1 മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ALP എക്സ്ക്ലൂസീവ് ബാച്ചും നമ്മുടെ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ടെക്നിക്കൽ മാത്രമാണ് ആവശ്യമെങ്കിൽ അതിന്റെ ടെക്നിക്കൽ ബാച്ചും നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വരുന്ന 2025 തന്നെ റെയിൽവേയിൽ നല്ലൊരു ജോലി ലഭിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.